ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നേച്ചുറലായിട്ട് ഒരു ഹെയർ ഡേയുടെ വീഡിയോ ആണ്. ഞാൻ കുറേ നാളുകളായിട്ട് ഇപ്പോൾ മുടിയുടെ വീഡിയോസൊന്നും നമ്മൾ ചെയ്യണില്ലല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ വന്ന് തുടങ്ങി ഹെയർ ഡേയുടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഡേയുടെ വീഡിയോകൾ വല്ലതും ഉണ്ടെന്നെങ്കിൽ വെച്ച് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ ചകിരിയാണ് കേട്ടോ ഇത്. നമ്മുടെ ചകിരിയുടെ ഇത് വെച്ചിട്ടും നമുക്ക് നമ്മുടെ ഹെയർ ഡൈ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചകിരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കണ ആ ഒരു ഇതല്ല, ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചകിരി എടുക്കണം. ഇതിപ്പോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാടമുട്ടയൊക്കെ മേടിക്കുമ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിലുള്ള ചകിരിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഹെയർ ഡൈക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ചെയ്യണത്. ഇവിടെ എനിക്ക് ലവ് ബേഡ്സിൻ്റെ കൂട്ടിൽ വയ്ക്കാം. പിന്നെ നമുക്ക് ഓർക്കിഡിൻ്റെ വേരൊക്കെ പിടിക്കാനൊക്കെ ആയിട്ടേ ഒരു തണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വളരെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് തന്നെ അത് വേര് പിടിക്കും. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാനും പറ്റിയിട്ടുള്ള നമ്മൾ ചകിരിയുടെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കില്ലേ, അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതും വേണം, ഒരു 5-6 ബദാം, അത് രണ്ടും കൂടി വേണം കേട്ടോ. ഇത് രണ്ടും കൂടി നല്ലപോലെ കരിയിക്കുക. കരിയിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് അരിച്ചെടുക്കുക. അതിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണയില്ലേ ഒന്ന് ചാലിച്ച് വയ്ക്കുക. അപ്പോൾ അതൊരു പാത്രത്തിൽ ഇങ്ങനെ ചാലിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചിലർക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഈ ഫ്രണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. തൊട്ട് കൊടുത്ത് 1 മണിക്കൂറിന് ശേഷം നമുക്കത് കഴുകി കളയാം. അപ്പോൾ അത് കഴുകി കളയുമ്പോൾ സോപ്പ്, ഷാമ്പു അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട. സിമ്പിളായിട്ട് തന്നെ നമുക്ക് കഴുകി കളയാവുന്ന കാര്യമുള്ളൂ. ഒരു തരി വല്ലാതെ നമ്മൾ ഒഴിക്കേണ്ട പരുവത്തിലല്ല കേട്ടോ നമ്മളിത് ചെയ്യേണ്ടത്. നല്ല രീതിയിലേക്ക് ഇത് ചാലിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ കൺമഷിയൊക്കെ നമ്മൾ ആക്കുമ്പോൾ ഒരു ലെവൽ വരില്ലേ, കൺമഷിയൊക്കെ നോർമൽ കൺമഷിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഇത് വരില്ലേ, അപ്പോൾ അത്രയും കട്ടിയിൽ നമ്മളിതങ്ങനെ ആക്കി വെച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ബ്രഷ് കൊണ്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കൈ കൊണ്ടായാലും നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല റിസൾട്ട് തന്നെയാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അങ്ങനെ മാസത്തിൽ 1 പ്രാവശ്യം ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് ചെയ്യാനൊക്കെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് എവിടേക്കെങ്കിലുമൊക്കെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ കെമിക്കൽ ഡൈ അടിക്കുന്നതിനേക്കാളും വളരെയധികം നല്ലതാണ്. മുടി ഒതുങ്ങി കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് നല്ല കറുപ്പ് നിറം കിട്ടാനും വളരെയധികം സഹായമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചായല എപ്പോഴും നിങ്ങൾ തലയിൽ സ്പ്രേ അടിച്ച് കൊടുക്കുക. അതായത് ഡെയിലി, എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഡെയിലി നിങ്ങൾ തലയിൽ ചായല പറ്റുകയാണെങ്കിൽ ചായല തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ നരയ്ക്കും വളരെയധികം മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ചായലയുടെ കറ തലയിലേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു വ്യത്യാസം തന്നെ കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാനും പറ്റും. ഉപ്പുറ്റോളം മുടി ഉണ്ടാവുമെന്നല്ല, ഉള്ളത് നല്ല തിക്നെസ്സിൽ നമുക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഹെയറിന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത്രയ്ക്കൊക്കെയാണ്. അപ്പോൾ മറ്റേ ഡൈ പരമാവധി എല്ലാവരും മറ്റേ ഡൈ ആണ് കൂടുതൽ യൂസ് ചെയ്യുക. അത് നമുക്ക് അമോണിയ കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് മുടി കറക്കും, അതില്ലയെന്ന് പറയണില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 2 മുടിക്കൊക്കെ നര തുടങ്ങിയിട്ടുള്ളൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് നരയ്ക്കൊക്കെയാണ് നമ്മൾ ചെയ്തതെങ്കിൽ നമുക്ക് ഇരട്ടി നമുക്കത് നര വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലത്തെ നേച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ ബൈ.